വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പുമുളകും ലച്ചുവിനെ കുറിച്ചുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എപ്പിസോഡ് വന്നായിരിക്കും മനസ്സിലായിട്ടുണ്ടാകും, ഈ ഒരു എപ്പിസോഡുകളിലൊന്നും ലച്ചു ഇല്ല. അപ്പോൾ പലരുടെയും ക്വസ്റ്റ്യനാണ്, ബാലുവും നീലും ശ്രീകുട്ടനും പിന്നാലെ ലച്ചുവും ഉപ്പുമുളകിൽ നിന്ന് പിന്മാറിയോ, ലച്ചും ഉപ്പുമുളകിൽ നിന്ന് വിട്ടുപോയോ എന്ന രീതിക്ക് കുറേ പേര് ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഉപ്പുമുളകിൻ എപ്പിസോഡിൻ്റെ കമൻറ്റ് ബോക്സ് എടുത്താൽ ഏറ്റവും കൂടുതൽ കാണുന്ന കമൻറ്റും അത് തന്നെയാണ്. അവർ 3 പേരുടെ, അതായത് ബാലുവും നീലും ശ്രീകുട്ടൻ്റെയും 3 പേരുടെയും റീസൺ നമുക്ക് എല്ലാവർക്കും അറിയാം. ലച്ചു എന്തുകൊണ്ടാണ് ഉപ്പുമുളകിൽ നിന്ന് വിട്ടുപോയത് എന്ന രീതിക്ക് കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ അവർ 3 പേരും പോയതുപോലെ ഉപ്പുമുളകിൽ നിന്ന് ലച്ചു പിന്മാറിയിട്ടില്ല. കഴിഞ്ഞ ഷെഡ്യൂളിലെ എപ്പിസോഡുകളാണ് ഉപ്പുമുളകിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ ഷെഡ്യൂൾ ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ഷെഡ്യൂളിൽ ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ആയ എപ്പിസോഡാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ഷെഡ്യൂളിൽ ലച്ചു ഇതുവരെ പങ്കെടുത്തിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ലാസ്റ്റ് ഷെഡ്യൂൾ ബ്രേക്ക് വിട്ടപ്പോഴത്തേക്കും ലച്ചു ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു ബാങ്കോക്കിലോട്ട്. അതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ തൻ്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ലച്ചു തന്നെ വെളിപ്പെടുത്തിയതാണ്. അപ്പോൾ ഇനിയും ആ ട്രിപ്പ് കഴിഞ്ഞ് വരാത്തത് കൊണ്ടാണ് ഉപ്പുമുളകിലോട് ലച്ചു തിരിച്ചു വരാതിരിക്കുന്നത്. ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ ഉടൻ തന്നെ ഉപ്പുമുളകും ടീമിനൊപ്പം ലച്ചുവും ജോയിൻ ചെയ്യുന്നതായിരിക്കും. വീണ്ടും എപ്പിസോഡുകൾ പഴയതുപോലെ ലച്ചുവിൻ്റെ വരാൻ തുടങ്ങുന്നതായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ ലച്ചു മാറി നിൽക്കുന്നത് കൊണ്ടാണ് ഇങ്ങനത്തെ പല ക്വസ്റ്റ്യൻസും വരുന്നത്. മാത്രമല്ല, നമുക്കറിയാം ഉപ്പുമുളകിൽ ഇപ്പോൾ ഓൾറെഡി ക്യാരക്ടേഴ്സ് ഇല്ല, കുറച്ച് ക്യാരക്ടേഴ്സ് വെച്ചാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിൽ ലച്ചു പോലത്തെ ഒരു കഥാപാത്രം കൂടി മാറി നിൽക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് ഇത്രത്തോളം ആശങ്കയും ഇത്രത്തോളം ക്വസ്റ്റ്യൻസും വരുന്നത്. ഏതായാലും ആ ഒരു കാര്യത്തിൽ ആരും തന്നെ ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. ലച്ചു ഉപ്പുമുളകും ടീം തമ്മിൽ യാതൊരു പ്രശ്നം തന്നെയില്ല. ലച്ചു ഈ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉപ്പുമുളകും ടീമിനെ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് തന്നെ 1-2-3 ദിവസത്തിനകം തന്നെ ലച്ചുവിൻ്റെ എപ്പിസോഡുകൾ ഉപ്പുമുളകും വരുന്നതായിരിക്കും. അല്ലാതെ വേറെ ഒരു പ്രശ്നവും തന്നെ ഇപ്പോൾ അവർ തമ്മിൽ നിലനിൽക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇത്രത്തോളം വ്യാപകമാവുന്നത്, ലച്ചു ഉപ്പുമുളകിൽ നിന്ന് പിന്മാറിയോ എന്നുള്ള ക്വസ്റ്റ്യൻ ഇത്രത്തോളം വ്യാപകമാകുന്നത് എന്ന് വെച്ചാൽ, ഇപ്പോഴുള്ള സാഹചര്യത്തിൽ ആർട്ടിസ്റ്റുകൾ വളരെ കുറവാണ്. വെറും 5-6 ആർട്ടിസ്റ്റുകളെ വെച്ചുകൊണ്ട് മാത്രമാണ് ഉപ്പുമുളക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരു ആർട്ടിസ്റ്റും കൂടി മാറി നിൽക്കുമ്പോഴാണ് പ്രേക്ഷകർക്ക് ഇത്രത്തോളം ആശങ്കകൾ വന്നത്. ഏതായാലും എത്രയും പെട്ടെന്ന് തന്നെ ലച്ചു ഉപ്പുമുളകിലോട്ട് തിരിച്ചു വരിക തന്നെ ചെയ്യും. കൂടുതൽ ഇതുപോലത്തെ അപ്ഡേറ്റുകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.